ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഗവേണൻസ് ആണ്. ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഗവേണൻസ്. നമുക്ക് കൊമേഴ്സ് എന്നൊക്കെ നമുക്ക് ഫെമിലിയർ ആണ് അങ്ങനെയുള്ളൊരു ടേം. അതുപോലെ തന്നെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഗവേണൻസ്. ദാറ്റ് മീൻസ് ഇലക്ട്രോണിക് മീൻസിൽ കൂടെ ഗവേണൻസ് നടത്തുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതിനെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. ICT എന്ന് പറയുന്നൊരു ടേം നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതാണ് ICT എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് ICT, ദാറ്റ് മീൻസ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ ഓൾ പ്രോസസ്. എല്ലാ പ്രോസസ്സിലും ICT, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ICT അപ്ലൈ ചെയ്യുന്നത് ഗവേണൻസിൽ? വിത്ത് ദ എയിം, അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എൻഹാൻസിങ് ദ ഗവൺമെൻറ് എബിലിറ്റി ടു അഡ്രസ് ദ നീഡ്സ് ഓഫ് ജനറൽ പബ്ലിക്. ദ ബേസിക് പർപ്പസ് ഓഫ് ഗവേണൻസ് ഈസ് ടു സിംപ്ലിഫൈ ദ പ്രോസസ്സ്. അതായത് നമ്മൾ എല്ലാ പ്രോസസ്സിലും നമ്മളുടെ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അപ്ലൈ ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗവേണൻസിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗവേണൻസിൻ്റെ എയിം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ പ്രോസസ്സിനെയും ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക, വളരെ ലളിതമാക്കുക. മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അതായത് ഗവൺമെൻറ് ആയിക്കോട്ടെ, സിറ്റിസൺസ് ആയിക്കോട്ടെ, ബിസിനസ് ഒക്കെ, അത് നാഷണൽ ലെവലിലുള്ളതായിരിക്കാം, ഇൻ്റർനാഷണൽ ലെവലായിരിക്കാം, സ്റ്റേറ്റോ അല്ലെങ്കിൽ ലോക്കൽ ലെവൽസിലൊക്കെ ഉള്ളതായിരിക്കാം. പക്ഷേ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രോസസ്സിനെ, അതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന അങ്ങനെ ഒരു എയിമോട് കൂടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. ദെൻ ഇലക്ട്രോണിക് മീൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഗുഡ് ഗവേണൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോണിക് മീൻസ് യൂസ് ചെയ്യുക, അതാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻ ദ ഗവൺമെൻറ് പ്രോസസ് ആൻഡ് ഫങ്ഷൻ സോ ആസ് ടു കോസ് സിമ്പിൾ, മോറൽ, അക്കൗണ്ടബിൾ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ഗവേണൻസ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഗവേണൻസ് എന്ന് പറയുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി. ഇൻഫോർമേഷൻ ടെക്നോളജി ആണ് ഇവിടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി എന്തിലാണ് ഇൻഫോർമേഷൻ ടെക്നോളജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്? ഗവൺമെൻറ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഫങ്ഷൻസിലും നമ്മൾ ഇലക്ട്രോണിക് മീൻസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിനെ സിംപ്ലിഫൈ ചെയ്യുക, അതുപോലെ തന്നെ കുറച്ച് മോറൽ ആക്കുക, അതിനെ അക്കൗണ്ടബിൾ ആക്കുക. അങ്ങനെ ഗവേണൻസിനെ മൊത്തത്തിൽ സിംപ്ലിഫൈ ചെയ്യാനും അതിന് ഒരു മോറൽ വാല്യൂ ഉണ്ടാവാനും അക്കൗണ്ടബിൾ ആവാനും അത് എല്ലാ ഗവേണൻസും ട്രാൻസ്പെറൻ്റ് ആവുക, ഇത്രയും ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇൻഫോർമേഷൻ ടെക്നോളജി എല്ലാ പ്രോസസ്സിലും, ഗവൺമെൻറ് പ്രോസസ്സുകളിലും ഫങ്ഷൻസിലും ഒക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗവേണൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗവേണൻസ് എന്ന് പറയുന്നത്. ദെൻ എന്തൊക്കെയാണ് ബെനഫിറ്റ്സ് ഓഫ് ഗവേണൻസ്? ഗവേണൻസിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ബെനിഫിറ്റായിട്ട് പറയുന്നത് റെഡ്യൂസ്ഡ് കറപ്ഷൻ. അതായത് കറപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഗുഡ് ഗവേണൻസ് ആണ് നമ്മൾ എയിം ചെയ്യുന്നത്. ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു പോവുകയാണ്. സോ അവിടെ കറപ്ഷനുള്ള ചാൻസ് വളരെ കുറവാണ്. ഹൈ ട്രാൻസ്പെറൻസി. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതെന്തായിരിക്കണം? ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. സോ നമുക്ക് ട്രാൻസ്പെറൻസി ഉണ്ടാവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇൻക്രീസ്ഡ് കൺവീനിയൻസ്. അപ്പോൾ ഒരു ഗുഡ് ഗവേണൻസ് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിലൊക്കെ കുറച്ചും കൂടെ ഇലക്ട്രോണിക് മീൻസ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ്. എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കും. ഇനി ഗ്രോത്ത് ഇൻ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ ഗ്രോത്ത് വരും എന്നാണ് പറയുന്നത്. അതൊരു ബെനിഫിറ്റാണ്. നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഗുഡ് ഗവേണൻസിൽ പോസിബിളാണ്. റിഡക്ഷൻ ഇൻ ഓവറോൾ കോസ്റ്റ്. ടോട്ടലായിട്ട് നമ്മളൊരു കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എക്സ്പാൻഡഡ് റീച്ച് ഓഫ് ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ്റിന് കുറച്ചും കൂടെ ഒരു സ്കോപ്പ് വരുന്നുണ്ട്, കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ഗവൺമെൻറ്റിൻ്റെ റീച്ചബിലിറ്റി എന്ന് പറയുന്നത്.
സോ ഇത്രയും ബെനിഫിറ്റ്സ് ആണ് ഇ ഗവേണൻസ് കൊണ്ട് നമുക്കുള്ളത്. സോ ഫസ്റ്റ് വൺ പറയുന്നത് റെഡ്യൂസ്ഡ് കറപ്ഷൻ, ഹൈ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കും, കൺവീനിയൻ്റ് ആയിരിക്കും, GDPയിൽ ഗ്രോത്ത് വരും, ദെൻ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും, ഓവറോൾ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് വൺ പറയുന്നത് ഗവൺമെൻറ്റിന് കുറച്ചും കൂടി ഒരു റീച്ചബിലിറ്റി ഉണ്ടായിരിക്കും. സോ നമുക്കിനി പറയാനുള്ളത് ഈ ഒരു ഇ ഗവേണൻസ് വഴി നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻസൊക്കെ, അതായത് ഗവൺമെൻറ് പ്ലാൻസ് ടു റൈസ് ദ കവറേജ് ആൻഡ് ക്വാളിറ്റി ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് സർവീസ് പ്രൊവൈഡഡ് ടു ജനറൽ പബ്ലിക്. ഈ ഗവേണൻസിൽ കൂടെ നമുക്ക് അവർ പബ്ലിക്കിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻസും സർവീസിൻ്റെയൊക്കെ ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ICT യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ചും കൂടെ ഈസി ആയിട്ടും വളരെ ഇക്കണോമിക്കലായിട്ടും ഇഫക്റ്റീവായിട്ടും ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. ദെൻ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം അതിന് നമുക്ക് കുറേ കാര്യങ്ങൾ ത്രൂ ഇലക്ട്രോണിക് മീൻസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അതിൻ്റെ നെറ്റ്വർക്കിംഗ്, ഈ പ്രോസസ്സിൻ്റെ ഒക്കെ എഞ്ചിനീയറിങ്, അങ്ങനെ ഒരു നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യണം. സോ ഈ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഇത്രയാണ് ജനറലായിട്ട് ഈ ഗവേണൻസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്? ഈ ഗവേണൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഗവേണൻസ് ആണ്. അതായത് ഗവേണൻസിൽ നമ്മളൊരു ഇലക്ട്രോണിക് മീൻസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഗവേണൻസ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ അതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്യൂസ്ഡ് കറപ്ഷൻ, ഹൈ ട്രാൻസ്പെറൻസി, ഇൻക്രീസ്ഡ് കൺവീനിയൻസ്, ഗ്രോത്ത് ഇൻ GDP, ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസ്, റിഡക്ഷൻ ഇൻ ഓവറോൾ കോസ്റ്റ്, ദെൻ എക്സ്പാൻഡഡ് റീച്ച് ഓഫ് ഗവൺമെൻറ്. പിന്നെ ഇനി അതിൽ നമുക്ക് പറയാനുള്ളത് ഒരു വളരെ ഈസി ആയിട്ടും ഇഫക്റ്റീവായിട്ടും ഇക്കണോമിക്കലായിട്ടും നമുക്ക് ഈ ഒരു ICT ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പബ്ലിക്കിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നത് ഈ ഇലക്ട്രോണിക് ഗവേണൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ കോംപ്ലക്സ് പ്രൊസീജിയർ. കാരണം അവിടെ പ്രോപ്പറായിട്ടുള്ള ഈ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ്, എഞ്ചിനീയറിംഗ് ഇതൊക്കെ നമ്മൾ വളരെ പ്രോപ്പറായിട്ട് അതിനെ അറേഞ്ച് ചെയ്യണം, എന്നാലേ അത് സക്സസ്ഫുൾ ആവുള്ളൂ. സോ അതുകൊണ്ടാണ് അതിനൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഇൻറ്ററാക്ഷൻസ് ഇൻ ഗവേണൻസ്. ടൈപ്സ് ഓഫ് ഇൻറ്ററാക്ഷൻസ് ഇൻ ഗവേണൻസിൽ നമുക്ക് മെയിനായിട്ട് 4 എണ്ണമാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് G2G എന്ന് പറയുമ്പോൾ നമ്മളിത് കേട്ടിട്ടുള്ളത് തന്നെയാണ്, +2 ലെവലിലൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. G2G എന്ന് പറയുന്നത് ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആണ് G2G എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷനോ അല്ലെങ്കിൽ സർവീസോ ഒക്കെ ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിക്ക് ഉള്ളിലിരുന്നു കൊണ്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? G2G ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് G2G ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്? ഒരു ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ഇൻഫോർമേഷനോ അല്ലെങ്കിൽ സർവീസുകളിനോ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് G2G ഇൻട്രാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ഹൊറിസോണ്ടൽ ആയിരിക്കാം, ചിലപ്പോൾ വേർട്ടിക്കൽ ആയിരിക്കാം. അപ്പോൾ ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് എൻറ്റിറ്റീസ് തമ്മിലാണ് അത് ഹൊറിസോണ്ടൽ ആവുക. ദെൻ വേർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നാഷണൽ, സ്റ്റേറ്റ്, ലോക്കൽ ഗവൺമെൻറ് എൻറ്റിറ്റീസ് ഇതിൻ്റെയൊക്കെ ഇടയിൽ വരുന്നതാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് G2G ആണ്, ഗവൺമെൻറ് ടു ഗവൺമെൻറ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഇൻഫോർമേഷനോ അല്ലെങ്കിൽ സർവീസസോ ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ G2G എന്ന് പറയുക. ഇറ്റ് മേ ബി ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ. ദെൻ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് G2C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ടു സിറ്റിസൺ ആണ്. ഗവൺമെൻറ് ടു സിറ്റിസണിൽ ഈ ഒരു ഗവൺമെൻറ്റും ജനറൽ പബ്ലിക്കിൻ്റെയും ഇടയിലുള്ള ഒരു ഇൻട്രാക്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? G2C ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഗവൺമെൻറ് ടു സിറ്റിസൺ. അപ്പോൾ ഗവൺമെൻറ്റും സിറ്റിസണും ഇടയിൽ നടക്കുന്ന ആ ഒരു ഇൻട്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? G2C ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു ഇൻ്റർഫേസ് നമ്മളുടെ ഗവൺമെൻറ്റും സിറ്റിസൺസും തമ്മിൽ ഒരു ഇൻ്റർഫേസ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ അപ്പോൾ നമുക്ക് ഒരുപാട് പബ്ലിക് സർവീസുകൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ദ സിറ്റിസൺ ഹാസ് ദ ഫ്രീഡം ടു ഷെയർ ദെയർ വ്യൂസ്. ഓരോ സിറ്റിസനും അവരുടെ വ്യൂസ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിസിയുടെ മുകളിൽ അവർക്ക് എന്തെങ്കിലും ഗ്രീവൻസോ കംപ്ലയിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, എവിടെ വെച്ച് വേണമെങ്കിലും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ ആ ഒരു ഫ്രീഡം, അതായത് അവരുടെ കാഴ്ചപ്പാട് ഷെയർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഗവൺമെൻറ് പോളിസിയുടെ മുകളിൽ എന്തെങ്കിലും ഒരു ഗ്രീവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അവർക്ക് റിപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. സോ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് G2C ആണ്. G2C മീൻസ് ഗവൺമെൻറ് ടു സിറ്റിസൺ. ഇനി തേർഡ് വൺ പറയുന്നത് G2B ആണ്. G2B ഗവൺമെൻറ് ടു ബിസിനസ് ആണ് G2B എന്ന് പറയുന്നത്. ഇവിടെ ഗവേണൻസ് ഒരു ബിസിനസ് ക്ലാസ്സിനെ ഗവൺമെൻറ്റിനുമായിട്ട് പരിധികളൊന്നുമില്ലാതെ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഗവൺമെൻറ് ടു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗവേണൻസ് നമ്മളുടെ ബിസിനസ്സിനെ സഹായിക്കുന്നു. എങ്ങനെയാണ്? അതായത് ഗവൺമെൻറ്റുമായിട്ട് യാതൊരു പരിധിയും ഇല്ലാതെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ബിസിനസ് ക്ലാസ്സിനെ ഗവേണൻസ് സഹായിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ഒരു എയിം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ G2B ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയിനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എലിമിനേറ്റിംഗ് റെഡ് ടാപ്പിസം. നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വേർഡാണ്. ഇപ്പോൾ സർക്കാർ ഓഫീസൊക്കെ ആണെങ്കിൽ ചുവപ്പ് നാടയിൽ കുരുങ്ങി കിടക്കുക എന്നൊക്കെ പറയും. അതിൻ്റെ അർത്ഥം അതായത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഗവൺമെൻറ് ഓഫീസിനെ അപ്രോച്ച് ചെയ്യുമ്പോഴും അത് വളരെ സ്ലോ ആയിട്ട് ഒരു ടേബിളിൽ നിന്ന് മറ്റൊരു ടേബിളിലേക്ക് പോയി അവിടെ നിന്ന് വേറൊരു ടേബിളിലേക്ക് പോയി അങ്ങനെ വളരെ സ്ലോലി മാത്രമാണ് നമ്മളുടെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ റെഡ് ടാപ്പിസം എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഈ റെഡ് ടാപ്പിസം നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സേവിങ് ടൈം, കോസ്റ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ് ട്രാൻസ്പെറൻസി. നമുക്ക് ടൈം സേവ് ചെയ്യാം, കോസ്റ്റ് സേവ് ചെയ്യാം, പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് G2B, അതായത് ഗവൺമെൻറ് ടു ബിസിനസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് G2E ആണ്. G2E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ടു എംപ്ലോയീസ് ആണ്. അപ്പോൾ ഗവൺമെൻറ് ടു എംപ്ലോയീസിൽ ഇപ്പോൾ ഏതൊരു രാജ്യത്തിലെ ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അവരാണ് അവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയർ എന്നാണ് നമ്മൾക്കറിയാം. സോ എംപ്ലോയീസിനെ നമ്മൾ റെഗുലർ ബേസിസിൽ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ, അതായത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ICT നമുക്ക് ഗവൺമെൻറ്റും എംപ്ലോയീസും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ കുറച്ചും കൂടെ കംഫർട്ടായിട്ടും ഈസി ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ഒക്കെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് ഒരുപാട് പെർക്വിസിറ്റ്സ്, പല സഹായങ്ങളും കൊടുക്കുന്നുണ്ട്, ആഡ് ഓൺ ബെനിഫിറ്റ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ റേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ G2E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ടു എംപ്ലോയീസ് ആണ്. അപ്പോൾ ഓരോ രാജ്യത്തിലും അവിടുത്തെ ഗവൺമെൻറ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗവൺമെൻറ് ഒരു റെഗുലർ ബേസിസിൽ ICT ഒക്കെ അവരുടെ ഇൻട്രാക്ഷന് വേണ്ടി ഗവൺമെൻറ്റും അതുപോലെ തന്നെ എംപ്ലോയീസും തമ്മിലുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷന് വേണ്ടി ICT ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ റേസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അവർക്ക് ആവശ്യമായിട്ടുള്ള പെർക്വിസിറ്റ്സും അതുപോലെ തന്നെ ആഡ് ഓൺ ബെനിഫിറ്റ്സും ഒക്കെ അവർക്ക് അവൈലബിൾ ആവും. ഈ ഗവേണൻസ് എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കൽ ആവണമെങ്കിൽ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റും അതിന് വേണ്ടി റെഡി ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. സോ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്ലാൻസ് പ്രിപ്പയർ ചെയ്യണം. ദെൻ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ബഡ്ജറ്റ് റിസോഴ്സ്, സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക, മോണിറ്റർ അസസ്മെൻറ്റ്, ഇൻ്റർനെറ്റ് ആക്സസിബിലിറ്റി സ്പീഡ്, പ്രൊമോട്ട് അവെയർനെസ് എമംഗ് പബ്ലിക് റിഗാർഡിംഗ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, സപ്പോർട്ട് ഫ്രം ഓൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്.
സോ നമ്മളുടെ ഈ ഗവേണൻസ് എന്ന് പറയുന്നത് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം തന്നെയുണ്ട്. അതായത് ഇപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഗവൺമെൻറ് ഏജൻസീസും ഒക്കെ പെർഫോം ചെയ്യുന്ന എല്ലാ ടാസ്കുകളിനെയും സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ അതിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് നമ്മളുടെ ടാസ്കിനെ വളരെയധികം സിംപ്ലിഫൈ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഓരോരുത്തരും ചെയ്യുന്ന വർക്കിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനും അതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഇൻ ഇ ഗവേണൻസിൽ പറയുന്നത്. ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഇൻ ഇ ഗവേണൻസിൽ മെയിനായിട്ട് 4 ടൈപ്പിലാണ്. G ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആണ്. ദെൻ ഇതിൽ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻസോ അല്ലെങ്കിൽ സർവീസസോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാം. ദെൻ അതിനെ G2G ഇൻട്രാക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അത് വെർട്ടിക്കൽ ആയിരിക്കാം അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിരിക്കാം. നെക്സ്റ്റ് G2C ആണ്. G2C ഗവൺമെൻറ് ടു പബ്ലിക് ആണ്. ദെൻ അപ്പോൾ ഗവൺമെൻറ്റും ജനറൽ പബ്ലിക്കിൻ്റെയും ഇടയിലുള്ള ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് G2C ഇൻട്രാക്ഷൻ ആണ്. ഇവിടെ ഒരു ഇൻ്റർഫേസ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റും സിറ്റിസൻസും തമ്മിൽ. ദെൻ അവർക്ക് ഒരുപാട് സർവീസസുകൾ അതിൽ അവൈലബിൾ ആണ്. അവരുടെ വ്യൂസൊക്കെ ഷെയർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അവർക്ക് ഗവൺമെൻറ് പോളിസീനെ റിലേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ റേസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൂടെ കൊടുക്കുന്നുണ്ട്. G2B ആണ് നെക്സ്റ്റ് വൺ പറയുന്നത്, ഗവൺമെൻറ് ടു ബിസിനസ് ആണ്. ദെൻ ഇവിടെ ഗവൺമെൻറ്റുമായിട്ട് ഒരു പരിധിയുമില്ലാതെ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ബിസിനസ് ക്ലാസ് ഈ ഗവേണൻസ് നമ്മളുടെ ബിസിനസ് ക്ലാസ്സിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് റെഡ് ടാപ്പിസം എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ടൈമും കോസ്റ്റും ഒക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറൻറ്റും ആയിരിക്കും. ഇനി G2E ഗവൺമെൻറ് ടു എംപ്ലോയീസ് ആണ് നെക്സ്റ്റ് വൺ പറയുന്നത്. ഗവൺമെൻറ് ടു എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഈ ഗവേണൻസിൽ ദ ഗവൺമെൻറ് ഓഫ് എനി കൺട്രി ഈസ് ദ ബിഗ്ഗസ്റ്റ്. ഏതൊരു രാജ്യത്തിനടുത്ത് നോക്കുകയാണെങ്കിലും ഗവൺമെൻറ് ആണ് അവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എംപ്ലോയർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു റെഗുലർ ബേസിസിൽ നമ്മൾ എംപ്ലോയീസുമായിട്ട് ഒരു ഡീല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ICT നമുക്ക് ആ ഒരു ഗവൺമെൻറ്റും എംപ്ലോയീസും തമ്മിലുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ റേസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പെർക്വിസിറ്റ്സും ആഡ് ഓൺ ബെനിഫിറ്റ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് ഈ ഗവേണൻസ് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഗവൺമെൻറ് അതിനു വേണ്ടി സമ്മതം കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു ടാസ്ക് അല്ല. ഗവൺമെൻറ് ഒരുപാട് പ്ലാൻസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ദെൻ അത് സ്വിച്ച് ചെയ്ത് പോകുന്നുമുണ്ട്. സോ ചില മെഷേഴ്സ് ഇതിനു വേണ്ടി എടുക്കുന്ന ചില മെഷേഴ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, ബഡ്ജറ്റ് റിസോഴ്സ്, എൻഷുർ സെക്യൂരിറ്റി, മൈനർ അസസ്മെൻറ്റ്, ഇൻ്റർനെറ്റ് ആക്സസിബിലിറ്റി, സ്പീഡ് എക്സെട്ര. ഇതൊക്കെയാണ് സാധാരണ അതിനായിട്ട് പറയുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അവിടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും ഏജൻസീസും ഒക്കെ ചെയ്യുന്ന എല്ലാ ടാസ്കുകളിനെയും ഇംപ്രൂവ് ചെയ്യാനായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ടും ഈ ഗവേണൻസ് സഹായിക്കുന്നുണ്ട്. നമ്മളുടെ ടാസ്കിനെ ഒരു അറ്റത്ത് നമ്മളുടെ ടാസ്കിനെ അത് വളരെയധികം സിംപ്ലിഫൈ ചെയ്യുന്നു. അതേസമയം അതിൻ്റെ ക്വാളിറ്റി ഓഫ് വർക്ക് ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് നമ്മൾ പറയുന്നത് ഗ്രീൻ ഗവേണൻസ് ആണ്. ഇപ്പോൾ ഈ ഒരു ഗവേണൻസ്, ഇലക്ട്രോണിക് ഗവേണൻസ് അല്ലെങ്കിൽ ഈ ഗവേണൻസ് പഠിച്ചപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ഗ്രീൻ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ദെൻ ഇപ്പോഴത്തെ ഓർഗനൈസേഷൻസൊക്കെ അത് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള ഒരു എൻവയോൺമെൻറ്റുമായിട്ട് വളരെയധികം അവരുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരായിരിക്കും ഇപ്പോഴത്തെ ഒരു ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. സോ അവർക്ക് കുറച്ചും കൂടെ അവരുടെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സോ അവരുടെ ബോട്ടം ലൈനിൽ നിന്നുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. അത് ടെക്നോളജിയും അതുപോലെ നാച്ചുറൽ റിസോഴ്സസൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവിടെ ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രീൻ പ്രോഗ്രാമിനെ ലീഡ് ചെയ്യാൻ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അവിടെ ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ ഗ്രീൻ ഗവേണൻസ് എന്ന് പറയുന്നത്. ഗ്രീൻ ഗവേണൻസ് എന്ന് പറയുന്നത് എല്ലാ ഓർഗനൈസേഷനും അത് നിലകൊള്ളുന്ന എൻവയോൺമെൻറ്റുമായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ദെൻ അവർ കുറച്ചും കൂടെ ഒരു ബോട്ടം ലൈൻ എന്നുള്ളതിൽ നിന്നും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ഈ ടെക്നോളജീസും എനർജീസും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്.
ദെൻ അവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ട് ഓർഗനൈസേഷൻ്റെ ഗ്രീൻ പ്രോഗ്രാമിനോട്. കാരണം അതിന് ഗ്രീൻ ഗവേണൻസ് എന്നാണ് നമ്മൾ പറയുക. ഗ്രീൻ ഗവേണൻസ് എന്ന് പറയുന്നത് അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് സൈക്കിളാണ് ഓർഗനൈസേഷൻ്റെ. അതിൻ്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ എൻവയോൺമെൻറ്റ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, അത് പ്രിസർവ് ചെയ്യണം ഫോർ ദ കമ്മിങ് ജനറേഷൻ. ഇപ്പോൾ നമുക്കറിയാം നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആരുടെയും സ്വത്തല്ല, അത് നമ്മളുടെ വരും തലമുറയ്ക്ക് വേണ്ടി അത് സൂക്ഷിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഗ്രീൻ ഗവേണൻസിൻ്റെ ഭാഗത്തിലും പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിലെ ക്ലോസ് 49 എന്ന് പറയുന്നതാണ്. ദെൻ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ടു ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ക്ലോസ് 49 ഇത് നിലവിൽ വരുന്നത് 2005 ഡിസംബർ 31 ഇത് ഫോർമുലേറ്റ് ചെയ്യുന്നത് നമ്മളുടെ എല്ലാ ലിസ്റ്റഡ് കമ്പനീസിലും സെബിയാണ് ഇതിൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. സോ എല്ലാ ലിസ്റ്റഡ് കമ്പനീസിലും ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് 2005 ഡിസംബർ 31 നിലവിൽ വന്നിട്ടുള്ള ക്ലോസ് 49 എന്ന് പറയുന്നത്. ദെൻ ഇത് 2004 ഒക്ടോബർ 29 അമെൻഡ് ചെയ്തിട്ടാണ് ഈ ക്ലോസ് 49 നിലവിൽ വന്നിട്ടുള്ളത്. അതതിൻ്റെ ഡെഫിനിഷനിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി സ്ട്രെങ്തൻ ചെയ്യുക, ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷറിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ദ ടേം ക്ലോസ് 49 ആ ഒരു ടേം നമ്മൾ ഉദ്ദേശിക്കുന്നത് ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ് കമ്പനിയും സ്റ്റോക്ക് എക്സ്ചേഞ്ചും തമ്മിലുള്ള ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റിലെ ക്ലോസ് നമ്പർ 49 അതിനെയാണ് നമ്മൾ ക്ലോസ് 49 എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇത് ഒരു ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റിൽ റീസെൻ്റായിട്ട് നടത്തിയിട്ടുള്ള ഒരു എഡീഷനാണ്. അതൊരു 2000 ഒക്കെ ലാസ്റ്റിലാണ് ഇങ്ങനൊരു ഇത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അതൊരു കുമാരമംഗലം ബിർള കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ ഒരു റീസെൻ്റായിട്ട് ഈ ഒരു ക്ലോസ് ഇതിൽ ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുള്ളത്. ദെൻ ക്ലോസ് 49 അത് ആദ്യം ആഡ് ചെയ്ത സമയത്ത് വാസ് ഇൻറ്റൻഡഡ് ടു ഇൻട്രൊഡ്യൂസ് സം ബേസിക് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസ് ഇൻ ഇന്ത്യൻ കമ്പനീസ്. അത് ഉദ്ദേശിച്ചത് ഒരുപാട് ബേസിക് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസ് ഇന്ത്യൻ കമ്പനീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ക്ലോസ് 49 ആദ്യം അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അതിൽ ഒരുപാട് ഗവേണൻസിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്, ഒരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലെ മിനിമം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എത്രത്തോളം വേണം എന്നുള്ളത് അതിൽ സ്പെസിഫിക്കായി പറയുന്നുണ്ട്. ദെൻ ദ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഒരു സെറ്റപ്പ് എങ്ങനെയായിരിക്കണം, ഷെയർ ഹോൾഡേഴ്സ് ഗ്രീവൻസ് കമ്മിറ്റി ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് സെക്ഷൻ, ദെൻ റിപ്പോർട്ട് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ദ ആനുവൽ റിപ്പോർട്ട്, ഡിസ്ക്ലോഷർ ഓഫ് ഫീ പെയ്ഡ് ടു നോൺ എക്സിക്യൂട്ടീവ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. എ ലിമിറ്റ് വാസ് പ്ലേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കമ്മിറ്റീസ് ദാറ്റ് എ ഡയറക്ടർ കുഡ് സെർവ്. ഒരു ഡയറക്ടർക്ക് എത്രത്തോളം കമ്മിറ്റിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് അതിനൊരു ലിമിറ്റും വെച്ചിട്ടുണ്ട്. 2002 അവസാനത്തിൽ സെബി ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് ഇപ്പോഴത്തെ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസിൻ്റെ ആഡ്വക്കസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അസസ് ചെയ്യാനായിട്ടും ദെൻ അതിനെന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ ആ ഇമ്പ്രൂവ്മെൻ്റൊക്കെ സജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് 2002 അവസാനത്തിൽ സെബി ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ ബേസിസിൽ സെബി ഈ ക്ലോസ് 14 മോഡിഫൈ ചെയ്തു. ഒക്ടോബർ 2004 ഒക്ടോബർ 29 ഈ ഒരു ക്ലോസിനെ മോഡിഫൈ ചെയ്യാനുണ്ടായത്. ദെൻ അത് 2006 ജനുവരി 1 അത് നിലവിൽ വന്നു. ദെൻ
ഈ റിവൈസ് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് 49 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് നല്ല രീതിയിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് വഴി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. The independence criteria for directors have been clarified. ഡയറക്ടേഴ്സിൻ്റെ ഇൻഡിപെൻഡൻസ് ക്രൈറ്റീരിയ എന്തായിരിക്കണം എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ ബോർഡിൻ്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എൻഹാൻസ് ചെയ്തു. ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഡിസ്ക്ലോഷർ ഇംപ്രൂവ് ചെയ്തു. റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, അതായത് ഇപ്പോൾ ഇൻറ്റേർണൽ കൺട്രോളുമായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങുമായിട്ടോ ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് ഓരോ ഓഡിറ്റ് കമ്മിറ്റിയുടെയും റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെ കൺസോളിഡേറ്റ് ചെയ്തു. ദെൻ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി, പ്രത്യേകിച്ചും സിഇഒൻ്റെയും CFOൻ്റെയും അക്കൗണ്ടബിലിറ്റി ഇതൊക്കെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ദെൻ ലിസ്റ്റിംഗ്, ഇപ്പോൾ ഇതിൽ നമ്മൾ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിസ്റ്റിംഗ് മീൻസ് ആൻ അഡ്മിഷൻ ഓഫ് ദ സെക്യൂരിറ്റീസ് ടു ഡീലിങ്സ് ഓൺ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യാൻ, ആ സെക്യൂരിറ്റീസിനെ അഡ്മിറ്റ് ചെയ്യുക, അതിനെയാണ് അതിൽ ചേർക്കുക, അതിനെയാണ് നമ്മൾ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ സെപ്പറേറ്റ് ലിസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ഈ ഒരു സെക്യൂരിറ്റീസിനെ ലിസ്റ്റ് ചെയ്യുന്നതിന് അപ്രൂവൽ കൊടുക്കുന്നത്. ദെൻ ഇത് സംഭവിക്കുന്നത് സെക്യൂരിറ്റീസ് കോൺട്രാക്റ്റ് ആക്ട് 1956 പ്രകാരം, അതിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് പ്രകാരമാണ് ഇങ്ങനെ സെപ്പറേറ്റ് ലിസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ കൊടുക്കുന്നത്. ദെൻ ക്ലോസ് 49 ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിലെ ക്ലോസ് 49 അതിൽ പറയുന്നുണ്ട് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇഷ്യൂ, explain the issue of corporate governance and endorse the standards under within the companies are ordered to work. ദെൻ കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ എന്ത് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഒരു കമ്പനി വർക്ക് ചെയ്യേണ്ടത് ഇതൊക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ 2013 ഈ ഒരു എനാക്ട്മെൻറ്റിന് ശേഷം സെബി അതിൻ്റെ ഒഫീഷ്യൽ സർക്കുലർ വഴി ക്ലോസ് 49 അമെൻഡ് ചെയ്തു. ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ് അമെൻഡ് ചെയ്തു. പുതിയ ആക്ട് പ്രകാരം അത് നിലവിൽ വന്നു. ദെൻ ഇതിൽ ഈ ക്ലോസ് 49(3) അതിൽ ഈ ലിസ്റ്റിംഗ് കമ്പനീസിൽ കുറേ കാര്യങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്റ്റെൻഡ് ചെയ്യാത്തത് എന്നുള്ളത് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് കമ്പനീസ് വിത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ലെസ് ദാൻ 10 crores. ദെൻ അപ്പോൾ ഏതൊക്കെ applicability of clause 49 extend to all listed company, എല്ലാ ലിസ്റ്റഡ് കമ്പനീസിലും ഈ ഒരു ക്ലോസ് 49 ആപ്ലിക്കബിൾ ആണ്. എക്സെപ്റ്റ് ഏതിലൊക്കെയാണ് എക്സെപ്ഷൻ കൊടുത്തിട്ടുള്ളത്? കമ്പനീസ് വിത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ലെസ് ദാൻ 10 crores, ഏതെങ്കിലും കമ്പനി, അതായത് 10 crores താഴെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുള്ള ഏതെങ്കിലും കമ്പനി, അതിന് എക്സംഷൻ കൊടുക്കുന്നുണ്ട്. കമ്പനീസ് ഹാവിങ് എ നെറ്റ് വർത്ത് നോട്ട് എക്സീഡിങ് ₹25 crore, 25 crore കൂടാത്ത നെറ്റ് വർത്ത് ഉള്ള ഏതെങ്കിലും കമ്പനീസിന് എക്സംഷൻ ഉണ്ട്. Companies listed on SME and SME ITP platform of the stock exchange. SME means small medium enterprise-നെയൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ SME ITP ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ്, ഇതിനൊക്കെയാണ് എന്ത് കൊടുക്കുന്നത്? എക്സംഷൻ കൊടുക്കുന്നത്. ബാക്കി എല്ലാ ലിസ്റ്റഡ് കമ്പനീസിലും ഈ ക്ലോസ് 49 അപ്ലിക്കബിൾ ആണ്. ദെൻ it has been clarified by the SEBI that the exemption is for the time being. ഈ എക്സംഷൻ കൊടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ ഈ എക്സംഷൻ എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് മാത്രമാണ് ഉള്ളതാണ്. ദെൻ in case applicability of clause 49 is extended to the exempted categories in ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഇപ്പോൾ എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഈ 3 കേസിലും അതിനും എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ക്ലോസ് 49 അപ്ലിക്കബിൾ ആവാം. ദെൻ അങ്ങനെയുള്ള കമ്പനിക്ക് 6 months ആണ് ഈ പ്രൊവിഷൻ ക്ലോസ് 49 പ്രൊവിഷൻസ് പ്രകാരം അവർ ഈ 6 monthsലേക്ക് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അവർ കംപ്ലൈ ചെയ്യണം, ഫോളോ ചെയ്യണം.
Then clause 49 is applicable to other listed entities which are not companies. അത് കമ്പനീസ് അല്ലാത്ത മറ്റുള്ള ലിസ്റ്റഡ് എൻറ്റിറ്റീസിനും ഈ ക്ലോസ് 49 അപ്ലിക്കബിൾ ആണ്. അത് ഏതെങ്കിലും ഒരു ബോഡി കോർപ്പറേറ്റ് ആയിരിക്കാം. Then the clause 49 will apply to the extent that does not violate their respective statutes. അതുവരെയുള്ള നിയമങ്ങളൊന്നും അവർ വയോലേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഒരു ഗൈഡ് ലൈൻസും വയോലേറ്റ് ചെയ്യാൻ പാടില്ല. റെഗുലേറ്ററി അതോറിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ ഡയറക്ഷൻസും അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ക്ലോസ് 49ൻ്റെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ക്ലോസ് 49 എന്ന് പറയുന്നത് അത് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റിലെ ഒരു ക്ലോസ് ആണ്. ക്ലോസ് 49 എന്ന് പറയുന്നത് 2005 ഡിസംബർ 31 അത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ സെബി ആണ് അതിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. 2004 ഒക്ടോബർ 29 അത് അമെൻഡ് ചെയ്തു. അതിൽ കുറേ കാര്യങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്, ഓഡിറ്റ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി സ്ട്രെങ്തൻ ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദെൻ കുറേ മാൻഡേറ്ററി ക്ലോസസ് മീൻസ് വിസിൽ ബ്ലോവർ പോളിസി, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ റെസ്ട്രിക്ഷൻസ്, ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ ക്ലോസ് 49 എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കമ്പനിയും സ്റ്റോക്ക് എക്സ്ചേഞ്ചും തമ്മിലുള്ള ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റിലെ ഒരു ക്ലോസ് നമ്പർ 49, അതിനെയാണ് നമ്മൾ ക്ലോസ് 14 എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കുമാരമംഗലം ബിർള കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം 2000 അവസാനത്തിൽ ആണ് ഇങ്ങനൊരു പുതിയതായിട്ട് ഈ ഒരു 49 ഇതിൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ആഡ് ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനീസിൽ ഒരു നല്ല കോർപ്പറേറ്റ് ഗവേണൻസ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല അതിൻ്റെ ഗവേണൻസിലും ഡിസ്ക്ലോഷറിലൊക്കെ കുറച്ചൊരു ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഉദ്ദേശം തന്നെയായിരുന്നു. ദെൻ 2002 അവസാനത്തിൽ സെബി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അവിടെ ഇപ്പോഴത്തെ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസിൻ്റെ ആഡ്വക്കസി അസസ് ചെയ്യുക, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് സജസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം സെബി 2004 ഒക്ടോബർ 29 ക്ലോസ് 49 മോഡിഫൈ ചെയ്യാനുണ്ടായിരുന്നത്. അങ്ങനെ 2006 ജനുവരി 1 അത് നിലവിൽ വന്നു. ദെൻ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ടു പ്രൊട്ടക്റ്റ് ദ ഇൻവെസ്റ്റേഴ്സ് ആണ്. അതായത് നല്ല കോർപ്പറേറ്റ് ഗവേണൻസും ഡിസ്ക്ലോഷറും ഒക്കെ വഴി നല്ല രീതിയിലുള്ള നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ അവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ദെൻ അതിലെ ഡയറക്ടേഴ്സിൻ്റെ ഇൻഡിപെൻഡൻസ് ക്രൈറ്റീരിയ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ബോർഡിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എൻഹാൻസ് ചെയ്തു. ഡിസ്ക്ലോഷറിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓഡിറ്റ് കമ്മിറ്റിയുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അതായത് അതിൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾസും ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അതിൽ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2008 ഏപ്രിൽ 8 ഒരു സർക്കുലർ പ്രകാരം സെക്യൂരിറ്റീസ് ഓഫ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റിലെ ക്ലോസ് 49 അത് അമെൻഡ് ചെയ്തു. അതിൽ 50% ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റൂൾ ചെയ്യും എന്നുള്ളതാണ്. ദെൻ ലിസ്റ്റിംഗ്, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടേമാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസിനെ ആഡ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ഓരോ സെപ്പറേറ്റ് ലിസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ലിസ്റ്റിങ്ങിനുള്ള അപ്രൂവൽ സാധാരണ കൊടുക്കുന്നത്. ദെൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇഷ്യൂ, ദെൻ എന്ത് സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ഓരോ കമ്പനീസും ഫങ്ഷൻ ചെയ്യേണ്ടത്, ഇതൊക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ ക്ലോസ് 49 എല്ലാ ലിസ്റ്റഡ് കമ്പനീസിലും ഇനി പറയുന്ന കുറച്ച് കമ്പനീസിലല്ലാതെ ബാക്കി എല്ലാ കമ്പനീസിലും അത് അപ്ലിക്കബിൾ ആണ്. അതായത് 10 crores കുറവുള്ള ഷെയർ ക്യാപിറ്റലുള്ള കമ്പനീസിൽ, ദെൻ 25 crores കൂടാത്ത നെറ്റ് വർത്ത് ഉള്ള കമ്പനീസിൽ,
ദെൻ SME ITP പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനീസ്, ഇതിലൊക്കെയാണ് എക്സംഷൻ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു എക്സംഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ദ ടൈം ബീയിങ്, ദാറ്റ് മീൻസ് തൽക്കാലത്തേക്ക് മാത്രമാണ്, ഫ്യൂച്ചറിലും തൽക്കാലത്തേക്ക് മാത്രമുള്ളതാണ്. ഫ്യൂച്ചറിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ ഒരു കമ്പനീസിലും കൂടെ ഈ എക്സംഷൻ കിട്ടിയിട്ടുള്ള കമ്പനീസിലും അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലോസ് 49 പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്.